കാണുന്ന ജനസമുദ്രം നമ്മുടെ തെന്നിന്ത്യൻ താരറാണിയെ കാണുന്നതിനാണ് കേട്ടോ. നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾക്കും 5 പർച്ചേസ് കൂപ്പൺ സമ്മാനമുണ്ട് മഹാറാണിയുടെ വക. അതിനായിട്ട് നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. തൊടുപുഴ മഹാറാണിയുടെ ഉദ്ഘാടനത്തിൽ എത്തിയ ജനക്കൂട്ടത്തിന്റെ ഒരു വലിയ തിരക്കാണ് കേട്ടോ ഇവിടെ കാണുന്നത്. അപ്പൊ ഇവിടെ എത്തിയിരിക്കുന്ന ആളുകളിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് 1 ലക്ഷം രൂപ സമ്മാനം കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂപ്പണുകൾ ആളുകൾ എഴുതിയിടുന്ന ഒരു തിരക്കിലും കൂടിയാണ് രാവിലെ. 65,000 സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയ മധ്യ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ബ്രൈഡൽ വിസ്മയമാണ് കേട്ടോ തൊടുപുഴയിൽ തുറക്കാൻ പോകുന്നത്. അപ്പൊ ഔപചാരികമായിട്ടുള്ള പരിപാടികളൊക്കെ സ്റ്റേജിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടെ ഈ സ്റ്റേജിന് മുന്നിൽ വലിയൊരു ആൾക്കൂട്ടം കാണാം. ഇങ്ങനെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു, ആളുകൾ ഇങ്ങനെ ഒഴുകി ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്റ്റേജിൽ നല്ല അടിപൊളിയായിട്ടുള്ള പാട്ടും ഡാൻസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. വിശിഷ്ട വ്യക്തികൾ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ വെച്ച് തന്നെ ചികിത്സാ സഹായ വിതരണം നടന്നു കേട്ടോ 10 പേർക്ക്. അതൊക്കെ തികച്ചും മാതൃകാപരമായ നടപടിയാണ്. അതുകൂടാതെ തന്നെ അവിടെ ഒരുപാട് പേരെ ആദരിക്കുകയുണ്ടായി. നിറയെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തെന്നിന്ത്യൻ താരറാണിയെ കാണുന്നതിനുള്ള തിരക്കാണ് കേട്ടോ. അങ്ങനെ ജനസാഗരത്തിനിടയിലേക്ക് നമ്മുടെ തെന്നിന്ത്യൻ താരറാണി സമാന്ത കടന്നു വരികയാണ്. മഹാറാണി മലയാളക്കരയ്ക്ക് സമർപ്പിക്കുന്നതിനായിട്ട് കേട്ടോ. നിറയെ കയ്യടിയും ബഹളവും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും സമാന്ത എല്ലാവരെയും കൈ വീശി കാണിച്ചുകൊണ്ട് നമ്മുടെ മഹാറാണിയുടെ ഉദ്ഘാടന വേദിയിൽ എത്തിയിരിക്കുകയാണ്. ഈ ചൂടത്തും തന്നെ കാത്തിരുന്ന ആരാധകരോട് നന്ദി പറയാനും സമാന്ത പറഞ്ഞില്ല. അതിനുശേഷം നടന്ന അവിടെ 1 ലക്ഷം രൂപയുടെ ഭാഗ്യശാലിക്കുള്ള നറുക്കെടുപ്പാണ് കേട്ടോ. അപ്പൊ ആ ഒരു ഭാഗ്യശാലി ആരാണെന്ന് ഈ കൂട്ടത്തിൽ നിന്ന് നമുക്കറിയാം. ഷോബിൻ പി തോമസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗ്യശാലിക്കാണ് കേട്ടോ 1 ലക്ഷം രൂപ അടിച്ചത്. അപ്പൊ അങ്ങനെ അവരിതേ സ്റ്റേജിൽ വന്നിട്ട് ആ 1 ലക്ഷം രൂപയുടെ ചെക്ക് അവിടെ വെച്ച് കൈമാറുകയുണ്ടായി. അതിനുശേഷം നമ്മുടെ മഹാറാണി കേരളക്കരയ്ക്ക് സമർപ്പിക്കുന്നതിനായിട്ട് MD റിയാസ് ബ്രോയോടൊപ്പം സമാന്തത നാട മുറിച്ചുകൊണ്ട് നമ്മുടെ മഹാറാണി കേരളക്കരയ്ക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ്. 65,000 സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയ മധ്യ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ബ്രൈഡൽ വിസ്മയമാണ് കേട്ടോ. അതിൽ തന്നെ മുഹൂർത്തം സിൽക്ക് ഗ്രൂം സ്റ്റുഡിയോ, ബ്രൈഡൽ വെഡ്ഡിംഗ് സ്റ്റുഡിയോ, ട്രയൽ മേക്കപ്പ് സ്റ്റുഡിയോ, കസ്റ്റമർ ലോഞ്ച്, കിഡ്സ് പ്ലേ ഏരിയ എന്നിങ്ങനെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും പറ്റിയ തരത്തിലുള്ള ഫാഷൻ സങ്കല്പങ്ങൾ ഒത്തൊരുമിച്ചുകൊണ്ട് മഹാറാണി വലുതായിരിക്കും. ഓരോന്നിനും പ്രത്യേക സെക്ഷൻ തന്നെ മഹാറാണി ഒരുക്കിയിട്ടുണ്ട്. മുഹൂർത്തം സിൽക്ക് ഗ്രൂം സ്റ്റുഡിയോയുടെ ആ ഒരു സെക്ഷനാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ എല്ലാം നല്ല സ്പേസ് ഉണ്ട്. എത്ര ആളുകൾ വന്നു കഴിഞ്ഞാലും അതിനെല്ലാം ഉൾക്കൊള്ളാവുന്ന രീതിയിലാണ് മഹാറാണിയുടെ ഒരു ഡിസൈനിങ് എന്ന് പറയുന്നത്. ഇന്റീരിയറും അടിപൊളി തന്നെയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽപ്പെട്ട എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും ഒരുപോലെ ഡ്രസ്സ് എടുക്കാൻ പറ്റിയ ഒരിടമാണ് കേട്ടോ നമ്മുടെ രാജകീയമായ ഈ മഹാറാണി എന്ന് പറയുന്നത്. വിവാഹ പാർട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാം ഒരു കുടക്കീഴിൽ തന്നെ കിട്ടുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ബാഗുകൾ, ഫുട്വെയറുകൾ, അങ്ങനെയുള്ള ഐറ്റംസും കോസ്മെറ്റിക്സ്, ഫാൻസി ഐറ്റംസ് എല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ നമ്മുടെ രാജകീയമായ മഹാറാണിയുടെ ഈ പുതിയ ലുക്ക് എന്ന് പറയുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വലിയ സമ്മാന പദ്ധതികളാണ് പുറത്തു നടന്നുകൊണ്ടിരിക്കുന്നത്. 5 LED TV പലർക്കും നറുക്കെടുത്തത് അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ആടി തിമർത്തുകൊണ്ടാണ് മഹാറാണിയുടെ ഈ ഒരു വരവിനെ നമ്മുടെ മലയാളക്കര ഏറ്റെടുത്തതെന്ന് പറയാം. രാവിലെ മുതൽ തുടങ്ങിയ പരിപാടികൾ രാത്രി ഉർമി ബാൻഡിന്റെ അടിപൊളിയായിട്ടുള്ള ഒരു മ്യൂസിക്കൽ ഷോയോട് കൂടിയാണ് കേട്ടോ അവസാനിച്ചത്. അപ്പൊ നമ്മളും അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇനി തലേദിവസത്തെ ഒരു കാര്യം പറയാം. തലേദിവസം വൈകുന്നേരം നല്ല അടിപൊളി ഒരു മ്യൂസിക് പ്രോഗ്രാമും എല്ലാവർക്കും ബിരിയാണി വിതരണം ചെയ്തിരുന്നു കേട്ടോ. അപ്പൊ എങ്ങനെ മഹാറാണിയുടെ ഒരു വരവ് വിളിച്ചറിയിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നു തൊടുപുഴയിൽ നടന്നത്. അപ്പൊ പുതിയ ട്രെൻഡിനൊപ്പം പർച്ചേസ് ചെയ്യാൻ മഹാറാണി കൂടുതൽ വലുതായിരിക്കുകയാണ്. ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പുതിയ കാഴ്ചകളായിട്ട് കാണുന്നവരെ ബൈ ബൈ.